എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു മഹത്വം? ഈ റജബ് മാസത്തിൽ ഈ വൈകുന്നേര സമയത്തെ ഇതിനായി ഉപയോഗപ്പെടുത്താൻ അവസരം കിട്ടിയവരെ നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും രോഗങ്ങളുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ, പ്രതിസന്ധികളുണ്ടല്ലോ. ഈ ഒരു ചിന്താഗതി പലപ്പോഴും പിശാച് നമ്മിലേക്ക് ഇട്ടുതരുന്നത് കാണാം. അങ്ങനെ തന്നെയാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് നമ്മളുടെ അടുപ്പം യാഥാർത്ഥ്യമാണോ എന്ന് പരിശോധിക്കാനായി ചില പരീക്ഷണങ്ങൾ വരും. ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, ഗൗരവമായി ശ്രദ്ധിക്കണം. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ, ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയരായവർ അംബിയാക്കളാണ്. അവരാണ് ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയരാകുന്നവർ. അവരാണല്ലോ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. ആ അമ്പിയാക്കളിൽ തന്നെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയനായത് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഫല്ലംസൽ, പിന്നീട് അവരെ പോലെയുള്ളവർക്ക്, ദീനീ ദഅവത്തുമായി ആത്മാർത്ഥമായി നടക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഏതൊരാളും അയാളുടെ ദീനിന്റെ തോതനുസരിച്ച് പരീക്ഷിക്കപ്പെടും. നല്ല ഉറച്ച ദീനിന്റെ അഹ്ലുകാരനാണെങ്കിൽ പരീക്ഷണത്തിന്റെ കാഠിന്യം കൂടും. അങ്ങനെ ഉറച്ച നിലപാടില്ല, ദീനിൽ ഒരു ഉറച്ച വിശ്വാസമൊന്നുമില്ലാത്തവനാണ് െങ്കിൽ അവന്റെ തോതനുസരിച്ച് അവന് പരീക്ഷണമുണ്ടാകോ. ഏതായാലും അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. യാതൊരു തെറ്റുകുറ്റവും ഇല്ലാത്ത വിധത്തിൽ, എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുന്ന വിധത്തിൽ, ഭൂമിയുടെ ഉപരിഭാഗത്തിലൂടെ സഞ്ചരിക്കാൻ അവന് അവസരം ലഭിക്കുന്ന വിധത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു നൽകും എന്ന് പറഞ്ഞാൽ ഓരോ പരീക്ഷണവും വരുമ്പോൾ അതിനനുസരിച്ച് ദോഷങ്ങൾ പൊറുക്കപ്പെടും. ഒരു ജലദോഷം ഉണ്ടായാൽ പോലും വെറുതാകില്ല, കൂലി കിട്ടും, ദോഷങ്ങൾ പൊറുക്കപ്പെടും. കാലിൽ ഒരു മുള്ള് തറച്ചാൽ കൂലി കിട്ടും, ദോഷങ്ങൾ പൊറുക്കപ്പെടും. ഒരു തലവേദന വന്നു, ഒരു നെഞ്ചരിച്ചിൽ വന്നു, വയറിനൊരു അസ്വസ്ഥത വന്നു, കൈകാലുകൾക്കൊരു തരിപ്പോ കടച്ചിലോ വിഷമോ ഉണ്ടായി, അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മളെ കൂട്ടത്തിൽ പലരും ഇല്ലേ? ശിഫയ്ക്ക് വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടെ ദുആ ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. അല്ലാതെ എന്താ പഠിച്ചോനെ ഇത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ഒരു പരീക്ഷണം എനിക്ക് വന്നല്ലോ, അതുകൊണ്ടൊന്നൊരു കാര്യമില്ലേ? ആ ചിന്ത പിശാചിട്ട് തരുന്നത് വളരെ ശ്രദ്ധിക്കണം. അവിടെയാണ് പ്രശ്നം. അവിടെ ചിന്തിക്കേണ്ടത്, എന്നേക്കാൾ വലിയ ആളുകൾക്ക് വലിയ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അറിയോ, റസൂലുള്ളാഹിക്ക് പനി ബാധിച്ച് പനി മൂത്താൽ ശരീരത്തിൽ കൈവച്ച് നോക്കുമ്പോൾ കൈവച്ചവന്റെ കൈക്ക് പോലും ചെറിയ തോതിൽ പൊള്ളലേൽക്കുമായിരുന്നു എന്നാണ് ഹദീസ്. റസൂലുള്ളാഹിന്റെ പനി ഭയങ്കരാണ്. ഹബീബായ നബി തങ്ങളുടെ പനിയുടെ ശക്തി എത്രയാണ്? അന്നബി സഈദ് റളിയല്ലാഹു അൻഹു അന്നഹു ദഖല അലാ റസൂലില്ലാഹി വഹുവ മൗഊക്. ഒരിക്കൽ റസൂലുള്ള പനിച്ചു കിടക്കുമ്പോൾ അബൂ സഈദിൽ ഖുദരി തങ്ങൾ മുത്തുനബിയെ ഒന്ന് സന്ദർശിച്ചു. അലൈഹി ഖതീഫ, ഒരു പുതപ്പ് പുതച്ച് കിടക്കുകയാണ് മുത്തുനബി. ഫവളഅ യദഹു, കയ്യും റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തട്ടിച്ചു നോക്കി. അതിശക്തമായ ചൂടാണ്. ഫഖാല മാ അശദ്ദഹുമ്മാക യാ റസൂലല്ലാഹ്, ഇതെന്തൊരു പനിയാണ് നബിയേ, ഇത്രയും ശക്തമായ പനിയോ നബിയേ? നിങ്ങളുടെ ശരീരം പൊള്ളുകയാണല്ലോ നബിയേ. ഉടനെ ഫഖാല, ഹബീബിന്റെ മറുപടി ഇങ്ങനെയാണ്, ഇന്നാ കദാലിക യുശദ്ദദു അലൈനൽ ബലാ വയുള ഞങ്ങൾ അങ്ങനെ തന്നെ,
ഞങ്ങൾ അമ്പിയാക്കൾ അങ്ങനെ തന്നെയാണ്. യുഷദ്ദദു അലൈനൽ ബലാ, ഞങ്ങൾക്കുള്ള പരീക്ഷണം അതിശക്തമായി വരും. അതിനനുസരിച്ച് വയുളാഅഫു ലനൽ അജ്റു, കൂലിയും ഞങ്ങൾക്ക് ഇരട്ടിച്ച് കിട്ടും, കൂലിയും ഇരട്ടിക്കും. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ അഹ്ലുകാരായി എന്നതുകൊണ്ട് യാതൊരു പരീക്ഷണവും വരൂല എന്ന് വിചാരിക്കണ്ട. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന, മുഅ്മിനായ ആണിനും പെണ്ണിനും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി, ശരീരത്തിലുണ്ടാകും. വയറിന് വേദനയുണ്ടാകും, തലവേദനയുണ്ടാകും, ചെവിക്ക് തകരാറുണ്ടാകും, തൊണ്ടക്ക് തകരാറുണ്ടാകും, അവയവങ്ങൾക്ക് കുഴപ്പങ്ങളുണ്ടാകും. വലദിഹി, മക്കളിലൂടെ പരീക്ഷണം വരും. കുട്ടികൾക്ക് നിത്യം രോഗം തന്നെയാണ്. ചെറിയ മക്കൾ ഉൾപ്പെടെ കഫക്കെട്ടിന്റെ അസുഖങ്ങൾ, ചെവിവേദന കൊണ്ട് പ്രയാസപ്പെടുന്നത്, വയറുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നത്. മക്കൾക്കൊരു പ്രയാസം വന്നാൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതാരാ? ചിലപ്പോൾ മക്കളുടെ ആ കാരണം കൊണ്ട് ഉറക്കൊഴിക്കേണ്ടി വരുന്നത് ഉമ്മാരും ഉപ്പാരും അല്ലേ? കാര്യമായിട്ട് ഉമ്മാര്. പരീക്ഷണങ്ങൾ വരും. വമാലിഹി, സാമ്പത്തികമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ എന്തിനാന്നറിയോ? ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതിയ. ഈ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും നിരന്തരമായി അനുഭവിച്ച് എല്ലാത്തിലും ക്ഷമിച്ചെന്റെ റബ്ബൻ എനിക്ക് തന്നതാണ്, അതിൽ ക്ഷമിക്കേണ്ടതെന്റെ ബാധ്യതയാണ്, എനിക്ക് പരാതിയില്ല, ഞാനിതിൽ സംതൃപ്തനാണെന്ന ചിന്താഗതിയിൽ അങ്ങനെ മരണപ്പെട്ടു പോയാൽ വമാ അലൈഹി ഖതിയ, യാതൊരു ദോഷവുമില്ലാത്ത വിധത്തിൽ അവൻ റബ്ബിനെ കണ്ടുമുട്ടും. ദോഷങ്ങളൊക്കെ പലതും പല നിലക്കും ചെയ്തിരുന്നു. പക്ഷെ ഈ പരീക്ഷണങ്ങൾ ഇങ്ങനെ ചെറിയ 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 പരീക്ഷണങ്ങൾ കൊടുത്ത് ആ കാരണത്താൽ ഒക്കെ പൊറുക്കപ്പെട്ടു. എന്തിനാ ഞാൻ ഈ വയലുങ്ങളോട് പറഞ്ഞത്? എന്തിനാണ് ഈ വയല് പറഞ്ഞത്? ഈ അൽക്കാറുൽ മസാ ഒക്കെ ചൊല്ലിയിട്ടും അതിലിങ്ങനെയൊക്കെ ദുആ ചെയ്തിട്ടും വാഫിസ്താദൊക്കെ ഓരോ ദിക്റുകൾക്കിടയിലൂടെയും ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്താ പരീക്ഷണത്തിനൊരു കുറവില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോഴാണ് ശൈത്താൻ കടന്നു വരിക. എന്നിട്ട് ഇങ്ങനെ പറയും, ഇതുകൊണ്ടൊന്നൊരു കാര്യം കിട്ടണില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും രോഗങ്ങൾക്ക് മാറ്റമില്ലല്ലോ, കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നില്ലല്ലോ. അങ്ങനെ ഒരു വസ്വാസ് ഉണ്ടാക്കിയിട്ട് ഈ നന്മയിൽ നിന്ന് നമ്മൾ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുക. ഒന്ന് ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഈ ദിക്റിലേക്ക് മടങ്ങാം. ഈ ദിക്റിലൂടെ നമുക്ക് ആശ്വാസം കണ്ടെത്താം. ഇത് നമ്മളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമാവണം. ഇത് നമ്മളുടെ ഈമാന്റെ ഊർജം കൂട്ടുന്നതാവണം. ഓരോ ദിക്റുകളും അതിന് പറ്റിയ ദിക്റുകളാണ്. ആദ്യം തന്നെ നമ്മൾ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകളല്ലേ ഓതാറ്. എത്രയാണ് റബ്ബേ അതിൻ്റെയൊക്കെ ഒരു ഫളില്. അത് തലയിൽ കൈവച്ച് ഓതിക്കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെക്കി, തലയിൽ കൈവക്കി. എല്ലാവരും തലയിൽ കൈവയ്ക്കുക, അതിനൊന്നൊരു മടിയും വിചാരിക്കേണ്ട. അങ്ങനെ തന്നെ അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. ഞാൻ ചൊല്ലിത്തരാം. ആദ്യം അഊദു 3 വട്ടം ചൊല്ലും, പിന്നെ ബിസ്മി ചൊല്ലിയിട്ട് പതിവ് പോലെ നമ്മൾ ഓതും. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. السميع العليم من الشيطان الرجيم. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصديا من خشية الله لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. وتلك الأمثال نضربها للناس لعلهم يتفكرون.
الذي لا إله إلا هو هو الله الذي لا إله إلا هو عالم الغيب والشهادة عالم الغيب والشهادة هو الرحمن الرحيم هو الرحمن الرحيم والله الذي لا إله إلا هو هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر العزيز الجبار المتكبر سبحان الله عما يشركون سبحان الله عما يشركون هو الله الخالق البارئ المصور هو الله الخالق البارئ المصور له الأسماء الحسنى له الأسماء الحسنى يسبح له ما في السماوات والأرض يسبح له ما في السماوات والأرض وهو العزيز الحكيم وهو العزيز الحكيم രാജാതിരാജനായ റബ്ബേ, ഈ വൈകുന്നേര സമയത്ത് ഈ മുഅ്മിനീങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആയിരങ്ങൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഗമിച്ച് സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയാത്തുകളിതാ ഓതി നിന്നോട് തേടുകയാണ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങളൊക്കെയും ശിഫയാക്കണേ അല്ലാ, ആയുസിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ആപത്ത് ബലാ മുസീബാത്തുകൾ തട്ടി നീക്കണേ അല്ലാ. ഞങ്ങളിൽ ഓരോരുത്തരുടെയും മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നിനക്കറിയുമല്ലോ. എല്ലാ വിഷമങ്ങളും തീർത്ത് സലാമത്ത് നൽകണമേ അല്ലാ, ഇജാബത്ത് നൽകണമേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ നന്നായി ആമീൻ പറയണം കേട്ടോ. നിങ്ങൾ ആമീനാണ് പ്രതീക്ഷ. നിങ്ങളുടെയൊക്കെ ആമീനിൽ പ്രതീക്ഷ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കാൻ പലരും ഈ സ്ഥാപനത്തിലേക്ക് വരുന്നുണ്ട്. പലരും വാട്സപ്പിലൂടെ, സ്ഥാപനത്തിൻ്റെ വാട്സപ്പിലൂടെ വിവരമറിയിക്കുന്നുണ്ട്. എന്താ എല്ലാവരും പ്രതീക്ഷ? നിങ്ങളുടെ ആമീൻ, നിങ്ങൾ ആത്മാർത്ഥമായി റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി പറയുന്ന ആമീൻ്റെ പ്രതീക്ഷയിൽ. അങ്ങനെ എത്രയോ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലീകരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടണം. അള്ളാഹു എല്ലാവരുടെയും വിഷമങ്ങൾ തീർക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സലാമത്തും അള്ളാഹു കൊടുക്കട്ടെ. ഇനി നമുക്ക് സൂറത്തുൽ തൗബയിലെ അവസാനത്തെ 2 ആയത്ത് നമ്മൾ ഓതാറുണ്ടല്ലോ. ഏറെ പ്രതീക്ഷ നൽകുന്ന ആയത്ത് നമുക്കോതാം. അഊദു ഓതിയതിനു ശേഷം ബിസ്മി വേണ്ട, കാരണം സൂറത്തു തൗബയിൽ ബിസ്മി ഇല്ലല്ലോ. 2ാമത്തെ ആയത്ത് 7 തവണ ഓതണം. أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم قد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله فإن تولوا فقل حسبي الله لا إله إلا هو لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل
فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم فإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم ഒക്കെയും നീ സ്വീകരിക്കണമേ റബ്ബേ, ബറക്കത്ത് ചൊരിയണമേ റബ്ബേ, ആപത്ത് ബലാ മുസീബത്തുകൾ തട്ടി നീക്കണമേ റബ്ബേ. ഞങ്ങൾ ഭയപ്പെടുന്ന, ഞങ്ങൾക്ക് ഷർറായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെയും ഞങ്ങൾക്ക് കാവൽ നൽകണമേ അല്ലാ. ഞങ്ങൾക്ക് ഖൈറായതൊക്കെയും ഞങ്ങളിലേക്ക് അടുപ്പിക്കണമേ അല്ലാ. ഇനി ദിക്റുകൾ ചൊല്ലാണ്. ദിക്റിലൂടെ റബ്ബിലേക്ക് ലയിക്കുകയാണ്. ആ ദിക്ർ അങ്ങനെ ചൊല്ലിത്തരുമ്പോൾ സന്തോഷത്തോടുകൂടെ അതിൻ്റെ പ്രതിഫലം എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും എനിക്ക് വേണ്ടപ്പെട്ടവർക്കും ഇതിന് കാരണക്കാരായവർക്കൊക്കെ കിട്ടണമെന്ന നെയ്യത്തോടുകൂടെ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ اللهم صل على سيدنا وعلى محمد آل سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. أمسينا وأمسى الملك لله أمسينا وأمسى الملك لله والحمد لله والحمد لله. لا إله إلا الله وحده لا شريك له، له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له، له الملك وله الحمد وهو على كل شيء قدير. ربي يسألك ربي أسألك خير ما في هذه الليلة، خير ما في هذه الليلة خير ما بعدها، وخير ما بعدها، أعوذ بك وأعوذ بك من شر ما في هذه الليلة، من شر ما في هذه الليلة وشر ما بعدها، وشر ما بعدها. ربي أعوذ بك ربي أعوذ بك من الكسل وسوء الكبر، من الكسل وسوء الكبر. ربي أعوذ بك ربي أعوذ بك من عذاب في النار، من عذاب في النار وعذاب في القبر، وعذاب في القبر. أمسينا وأمسى الملك لله رب العالمين. أمسينا وأمسى الملك لله رب العالمين. اللهم إني أسألك اللهم إني أسألك خير هذه الليلة، خير هذه الليلة
ليلا فتحها ونصرها فتحها ونصرها ونورها وبركتها ونورها وبركتها وهداها وأعوذ بك من شر ما فيها من شر ما فيها وشر ما بعدها وشر ما بعدها. ഇനി നമ്മൾ ചൊല്ലുന്നത് സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറിന്റെ നേതാവ്. ഇത് റജബ് മാസത്തിൽ പ്രത്യേകം ചൊല്ലേണ്ടതാണെന്ന് ഉലമാക്കൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, റജബിലാണല്ലോ, ചൊല്ലിക്കോളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതുകൊണ്ടൊക്കെ രക്ഷ നേടാനും ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ട നിലയിൽ സ്വർഗം നേടാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. اللهم أنت ربي اللهم أنت ربي لا إله إلا أنت لا إله إلا أنت خلقتني وأنا عبدك خلقتني وأنا عبدك وأنا على عهدك ووعدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നാളിതുവരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെയും മാപ്പാക്കി തരണമേ അല്ലാ. ദോഷത്തിന്റെ കറകൾ കൊണ്ട് മലീമസമായ കൽബുമായി ഖബറിലെത്തേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുതേ റബ്ബേ. ഈ റജബിലുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഖബൂലാക്കി ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണമേ അല്ലാ. ഇലാഹായ റബ്ബേ, ഭർത്താവ് വർഷങ്ങളായിട്ട് വിദേശത്താണ്. ഇപ്പോൾ 3 വർഷമായി പോയിട്ട് ശമ്പളം കിട്ടിയിട്ട് 4 മാസമായി. ഇഖാമ പുതുക്കി കിട്ടിയിട്ടുമില്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഈ നിലയിലാകെ പ്രയാസത്തിലാ. ഈ സങ്കടം പറഞ്ഞ് ഇന്നൊരു കുടുംബം ഇവിടെ വന്നിരുന്നു റഹ്മാനെ. റമളാനാകുമ്പോഴത്തേക്കും റാഹത്തായി ഒന്ന് നാട്ടിലെത്താൻ ഉസ്താദ് ഇന്നത്തെ മജ്ലിസിൽ തന്നെ ദുആ ചെയ്യണം. ഞായറാഴ്ചയിലെ മജ്ലിസിലും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചതാ. അല്ലാഹുവേ, ആ കാര്യം നീ റാഹത്തിലാക്കണമേ അല്ലാ. ആ സഹോദരന് ശമ്പളം കിട്ടണം. ആ സഹോദരന്റെ ഇഖാമ പുതുക്കി കിട്ടണം. ആ സഹോദരൻ ഈ റമളാനിൽ തന്നെ നാട്ടിലേക്ക് എത്താനുള്ള തൗഫീക്ക് കിട്ടണം. നീ അനുഗ്രഹിക്കണമേ അല്ലാ. അതുപോലെ ബാലൻസ് പോയി തലകറക്കം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ആ കാര്യം പറഞ്ഞും ഇന്നത്തെ മജ്ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചുവല്ലോ. മറ്റൊരു കുടുംബം, ഉമ്മാക്ക് തീരെ ഉറക്കമില്ല, തലച്ചോറ് ചുരുങ്ങുന്ന അസുഖമാണ്. ആ സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചതാ. അല്ലാഹുവേ, ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് സ്ഥാപനത്തിലേക്ക് കടന്നു വന്നവർ അവര് വലിയ പ്രതീക്ഷയിലാണ്. നാഥാ, നീ റാഹത്തിലാക്കണമേ അല്ലാ. ഇജാബത്ത് നൽകണമേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ചൊല്ലുന്ന ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാ നമ്മൾ ഈ തേടുന്ന തേട്ടത്തിനൊരു പരിഗണന കിട്ടും. അള്ളാന്റെ റസൂൽ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ ദിക്റ ഈ വൈകുന്നേരത്തിൽ സംഗമിച്ച് നമ്മൾ ചൊല്ലുന്നത്. ആരും നിരാശരാവണ്ട, ചൊല്ലിക്കോളൂ അടുത്ത ദിക്ർ. അല്ലാഹുമ്മ അൻത റബ്ബി اللهم أنت ربي لا إله إلا أنت لا إله إلا أنت عليك توكلت وأنت رب العرش العظيم وأنت رب العرش العظيم ما شاء الله كان ما شاء الله كان وما لم يشأ لم يكن وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم أعلم
أعلم أن الله أن الله على كل شيء قدير على كل شيء وأن قدير الله وأن الله قد أحاط بكل شيء علما بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة ومن شر كل دابة أنت آخذ بناصيتها أنت آخذ بناصيتها يا ربي على صراط مستقيم إن ربي على صراط مستقيم അടുത്ത ദിക്ർ ആഫിയത്തിനെ തേടുന്ന ദിക്റാണ് اللهم عافني في بدني اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في سمعي اللهم عافني في بصري اللهم عافني في بصري لا إله إلا أنت لا إله إلا أنت اللهم إني أعوذ بك اللهم إني أعوذ بك من الكفر والفقر من الكفر والفقر اللهم إني أعوذ بك اللهم إني أعوذ بك من عذاب القبر من عذاب القبر لا إله إلا أنت لا إله إلا أنت اللهم إني أمسيت اللهم إني أمسيت أشهدك أشهد حملة عرشك وأشهد حملة عرشك وملائكتك وملائكتك وجميع خلقك وجميع خلقك أنك أنت الله أنك أنت الله لا إله إلا أنت لا إله إلا أنت وحدك لا شريك لك وحدك لا شريك لك وأن محمدا عبدك ورسولك عبدك ورسولك اللهم ما أمسى بي من نعمة اللهم ما أمسى بي من نعمة أو بأحد من خلقك أو بأحد من خلقك فمنك وحدك لا شريك لك فمنك وحدك لا شريك لك فلك الحمد ولك الشكر فلك الحمد ولك الشكر اللهم بك أمسينا اللهم بك أمسينا وبك أصبحنا وبك أصبحنا وبك نحيا وبك نحيا وبك نموت وبك نموت وإليك المصير وإليك المصير ഇനി ചൊല്ലുന്ന ദിക്ർ വലിയ ടെൻഷൻ തീരാനുള്ള ദിക്റാണ്, സങ്കടങ്ങൾ ഒഴിഞ്ഞു പോകാനുള്ള ദിക്റാണ്, പേടി മാറിക്കിട്ടാനുള്ള ദിക്റാണ്, പിശുക്കെന്ന രോഗത്തിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ദിക്റാണ്, കടം കൊണ്ട് കഷ്ടപ്പെടുന്നതിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ദിക്റാണ്. മാഷാ അല്ലാ, ചൊല്ലിക്കോളൂ നല്ല നീയത്തോടെ. അള്ളാഹു ഈ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തരട്ടെ, കാവൽ തേടുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ നൽകട്ടെ. اللهم إني أعوذ بك اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال تذكر اللهم عالم الغيب والشهادة فاطر السماوات والأرض رب كل شيء ومليكه لا إله إلا أنت أشهد أن لا إله إلا أنت أعوذ بك من شر نفسي ومن شر الشيطان وشركه ومن شر الشيطان وشركه وأن نقترف على نفسي سوءا وأن نقترف على نفسي سوءا أو أجره إلى مسلم اللهم إني أسألك العفو والعافية اللهم إني أسألك العفو في والعافية الدنيا والآخرة في الدنيا والآخرة اللهم إني أسألك العفو والعافية
اللهم إني أسألك العفو والعافية في ديني ودنياي في ديني ودنياي وأهلي ومالي وأهلي ومالي اللهم استر عوراتي اللهم استر عوراتي وآمن روعاتي وآمن روعاتي اللهم احفظني من بين يدي اللهم احفظني من بين يدي ومن خلفي ومن خلفي وعن يميني وعن شمالي وعن يميني وعن شمالي ومن فوقي ومن فوقي وأعوذ بعظمتك وأعوذ بعظمتك أغتال من تحتي أن نغتال من تحتي سبحان الله وبحمده عدد خلقه سبحان الله وبحمده عدد خلقه ورضا نفسه ورضا نفسه وزنة عرشه وزنة عرشه ومداد كلماته ومداد كلماته سبحان الله وبحمده عدد خلقه سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ورضا نفسه وزنة عرشه ومداد كلماته ومداد كلماته سبحان الله وبحمده عدد خلقه سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ورضا نفسه وزنة عرشه ومداد كلماته ومداد كلماته أعوذ بكلمات الله التامات من كل شيطان وهامة أعوذ بكلمات الله التامات من كل شيطان ومن كل وهامة عين لامة ومن كل عين لامة سبحان ربي العظيم وبحمده سبحان ربي العظيم وبحمده اللهم إني أسألك مما عندك اللهم إني أسألك مما عندك وافض علي من فضلك وافض علي من فضلك وانشر علي من رحمتك وانشر علي من رحمتك وأنزل علي من بركاتك وأنزل علي من بركاتك അല്ലാഹ് സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ റബ്ബേ. ഈ ദിക്റൊക്കെ വളരെ പോരിശയുള്ള, വളരെ പ്രാധാന്യമുള്ള, മുത്ത് റസൂല് പഠിപ്പിച്ചു തന്ന, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളോട് ചൊല്ലാൻ നിർദ്ദേശിച്ച ദിക്റുകളാണ്. ഞങ്ങളതൊക്കെ തേടിപ്പിടിച്ച് അതിനുവേണ്ടി സംഗമിച്ച് അതൊക്കെ പറ്റുന്ന രൂപത്തിൽ ചൊല്ലി, അള്ളാഹുവേ നീ സ്വീകരിക്കണമേ റബ്ബേ, നീ കബൂലാക്കണമേ റബ്ബേ. ഇതിൻ്റെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ആഫിയത്ത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ആഫിയത്ത് നൽകണേ റബ്ബേ. ഞങ്ങളെ ചെവിയുടെ തകരാറുകൾ മാറ്റിത്തരണേ റബ്ബേ. ഞങ്ങളെ കണ്ണിൻ്റെ തകരാറുകൾ മാറ്റിത്തരണേ റബ്ബേ. ഞങ്ങളുടെ സംസാരത്തിൻ്റെ കഴിവുകേടുകൾ പരിഹരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ തൊണ്ടയുടെ തകരാറുകൾ തീർക്കണമേ റബ്ബേ. ശ്വാസം മുട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമേ റബ്ബേ. നെഞ്ചുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണേ റബ്ബേ. ലിവറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണേ റബ്ബേ. ആമാശയവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ പരിഹരിക്കണമേ റബ്ബേ. കുടലുമായി ബന്ധപ്പെട്ട കേടുകൾ പരിഹരിക്കണമേ റബ്ബേ. പുണ്ണിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമേ തമ്പുരാനെ. ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമേ റബ്ബേ. മൂത്രസംബന്ധമായ അസുഖങ്ങൾ തീർത്തു തരണമേ റബ്ബേ. പനി ബാധിച്ച്, പുണ്ണ് ബാധിച്ച്, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. യാ അല്ലാഹു യാ റഹ്മാൻ, പരിഹാരം നൽകണമേ റബ്ബേ. കൈകാലുകളുടെ കുഴപ്പങ്ങൾ തീർക്കണമേ തമ്പുരാനെ. നാഡിനരമ്പിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ റബ്ബേ. എല്ലാവരും ചൊല്ലൂ, എല്ലാ ഖൈറും കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ റജബിലെ 2ാമത്തെ 10 ചൊല്ലേണ്ട ദിക്ർ ഏതാണത്? സുബ്ഹാനല്ലാഹിൽ അഹദി സമദ്. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച 2:30 മണിക്ക് മഞ്ചേരിയിൽ വെച്ച് ക്ലാസ് ഉണ്ടായിരിക്കും. ആ ഞായറാഴ്ചയിലേക്കും 700 തവണ ഈ ദിക്ർ ചൊല്ലി വരാൻ കഴിഞ്ഞ ഞായറാഴ്ചയിലെ ക്ലാസ്സിൽ മുഅ്മിനീങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ ഗൗരവമായി സീരിയസ് ആയി എടുത്ത് ചൊല്ലുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അതിൽ പങ്കാളികളാവാം ഇൻഷാ അല്ലാഹ്. മഞ്ചേരിയിലെ ക്ലാസ്സിന് ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഒരു വീട്ടുകൂടലിന് പോയി. അപ്പോൾ അവിടെ അത് മഞ്ചേരി പുല്ലാര ഭാഗത്താണ്. അവിടെ കുറേ സഹോദരിമാർ ഒരുമിച്ച് കൂടി അവർ വലിയ സങ്കടത്തോടു കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് ക്ലാസ്സിന് പങ്കെടുക്കാപ്പോൾ വലിയ പ്രയാസമാണ്.
അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആ പ്രയാസം പരിഹരിച്ച് കിട്ടാനാണ് മഞ്ചേരിയിൽ നമ്മൾ ക്ലാസ് തുടങ്ങിയത്. അത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ക്ലാസ് തന്നെയാണ്. CBMS യത്തീംഖാനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്ലാസ്സാണത്. അപ്പം ഇൻഷാ അള്ളാ ആ പരിസരത്തുള്ളവർക്കൊക്കെ എത്തിപ്പെടാൻ ഏറെ എളുപ്പമുള്ളൊരു സ്ഥലത്താണ് ആ ക്ലാസ്, മഞ്ചേരി തുറക്കൽ സ്കൂളിൽ. യാ അള്ളാ, നിങ്ങളെല്ലാവരും അതിൽ പങ്കാളികളാവാൻ പരിശ്രമിക്ക്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അതിനോടൊപ്പം ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്. ഇന്നിപ്പോൾ ഒരുപാട് സഹോദരി സഹോദരന്മാർ ദുആ ചെയ്യിപ്പിക്കാൻ ഏൽപ്പിക്കാൻ നിയ്യത്ത് ചെയ്ത് ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഉസ്താദിനെ ഒന്ന് കാണണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടെ വരുന്നവരോട് ഞാൻ പറയാണ്, നാളെയും മറ്റന്നാളും ഞാനിവിടെ ഉണ്ടാവില്ല. ഇൻഷാ അള്ളാ നമ്മുടെ അസ്കാറുൽ മസാ നടക്കും, ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ അത് ഭംഗിയായി നടക്കും. നമ്മുടെ ഞായറാഴ്ചയിലെ ക്ലാസ് ഇൻഷാ അള്ളാ 2:30 മണിക്ക് അത് ഗൗരവമായി കണക്കിലെടുക്കണം. അതിലെല്ലാവരും പങ്കെടുക്കണം. അസ്കാറുൽ മസായിലും പരമാവധി പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിത വിജയത്തിന് വലിയ മുതൽക്കൂട്ടായി കിട്ടും. റജബിലെ 2ാമത്തെ 10 ചൊല്ലേണ്ട ദിക്ർ എല്ലാവരും ഒന്നിച്ച് ചൊല്ലി നമുക്ക് ചൊല്ലാം. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, 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 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്. അല്ലാ കബൂലാക്കി അനുഗ്രഹിക്കണമേ അല്ലാ. എല്ലാ വിഷമങ്ങളും തീർത്ത് സലാമത്ത് നൽകണമേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ.